നവംബർ 1 കേരള പിറവി ദിനം വളരെ വ്യാപകമായി നമ്മൾ ആഘോഷിക്കുകയുണ്ടായി. 1956 നവംബർ 1 കേരളം എന്ന സംസ്ഥാനം ഔപചാരികമായി രൂപം കൊള്ളുന്നത്. അതിനു മുമ്പ് തന്നെ തിരുവിതാംകൂറും കൊച്ചിയും യോജിച്ചു കഴിഞ്ഞിരുന്നു. എങ്കിലും പൊതുവെ മഹാകവി ശങ്കരക്കുറുപ്പിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ 3 പ്രദേശങ്ങളായി, ഒരു വില്ലിലെ ഞാണ് 3ആയി മുറിഞ്ഞു കിടക്കുന്നത് പോലെ ആയിരുന്നു പണ്ടത്തെ സ്ഥിതി. തിരുവിതാംകൂർ തെക്കുവശത്ത്, ഏതാണ്ട് മധ്യഭാഗത്തായിട്ട് കൊച്ചി, വടക്ക് ഭാഗത്തായിട്ട് മലബാറിൽ തന്നെ പ്രധാനമായിട്ട് 2 രാജ്യങ്ങൾ, സാമൂതിരിയുടെ രാജ്യം, അതുപോലെ കോലത്ത് നാട്. പിന്നെ തിരുവിതാംകൂർ മാർത്താണ്ഡവർമ്മ ഏകീകരിക്കുന്നതിന് മുമ്പ് കായംകുളമെന്നും തെക്കൻകൂറെന്നും വടക്കൻകൂറെന്നും ഒക്കെ ദേശിങ്ങനാടെന്നും ഒക്കെ രാജ്യങ്ങൾ പലതായിട്ട് വിഭജിക്കപ്പെട്ടിരുന്നു. അതിനെല്ലാം ഒരു മാറ്റമായിട്ട് കേരളം ഒന്നാകുകയായിരുന്നു 1956 നവംബർ 1. അതിന് കാരണം ഈ സംസ്ഥാനങ്ങൾ ഭാഷാ അടിസ്ഥാനത്തിൽ രൂപീകരിക്കണമെന്നുള്ള ഒരു നിർദ്ദേശം അന്നത്തെ ഭാരത സർക്കാർ എടുക്കുകയാണ്. ഭാരത സർക്കാർ അങ്ങനെ എടുക്കുന്നതിന് അതിനും ഒരു പശ്ചാത്തലമുണ്ട്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയപ്പോഴത്തെ ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറയുന്നത് 500-ലേറെ വരുന്ന നാട്ടുരാജ്യങ്ങളുടെ ഭാവി എന്തായിരിക്കണമെന്നുള്ളതിനെക്കുറിച്ചായിരുന്നു. ആ നാട്ടുരാജ്യങ്ങൾ ഇന്ത്യൻ യൂണിയനിൽ ഒന്നൊന്നായിട്ട് ലയിക്കാനായിട്ട് സമ്മതിക്കുന്നു. ചുരുക്കം ചില നാട്ടുരാജ്യങ്ങൾ മാത്രം ലയിക്കാൻ കൂട്ടാക്കിയില്ല. അതിലൊരു നാട്ടുരാജ്യമായിരുന്നു കാശ്മീർ. മറ്റൊരു നാട്ടുരാജ്യമാണ് ഹൈദരാബാദ്, ജുനഗഡ്, പിന്നെ തിരുവിതാംകൂറും. ഭോപ്പാലും ചില തടസ്സങ്ങൾ ആദ്യ സന്ദർഭങ്ങളിൽ ഉന്നയിക്കുകയുണ്ടായി. ഇതിനെയൊക്കെ ഇരുമ്പ് മുഷ്ടി ഉപയോഗിച്ചുകൊണ്ട് സർദാർ വല്ലഭഭായ് പട്ടേൽ അടിച്ചമർത്തി. നാട്ടുരാജ്യങ്ങളിലെ ഭരണാധികാരികൾക്ക് പ്രിവി പേഴ്സ് എന്ന് പറയുന്ന ഒരു പൊളിറ്റിക്കൽ പെൻഷൻ കൊടുത്തുകൊണ്ട് അവരെയെല്ലാം അധികാരത്തിൽ നിന്ന് പുറത്താക്കുകയാണ് അന്നത്തെ ആഭ്യന്തരമന്ത്രി ചെയ്തത്. അങ്ങനെ തിരുവിതാംകൂറും കൊച്ചിയും ഒന്നിക്കുന്നു. അങ്ങനെ തിരുക്കൊച്ചിയാവുന്നു. അപ്പോൾ തിരുക്കൊച്ചിയാവുമ്പോൾ മദ്രാസ് സംസ്ഥാനം എന്ന് പറയുന്നത് അന്ന് മലബാർ സംസ്ഥാനം എന്ന് പറയുന്നത് അന്ന് മദ്രാസ് പ്രസിഡൻസിയുടെ ഭാഗമാണ്, അല്ലെങ്കിൽ മദ്രാസ് സ്റ്റേറ്റിൻ്റെ ഭാഗമായിട്ട് നിൽക്കുകയാണ്. അത് കൂടി ഈ തിരുക്കൊച്ചിയുടെ കൂടെ ചേരുന്നത് 1956 നവംബർ 1 അതോടൊപ്പം തന്നെ തിരുവിതാംകൂറിന് ഒരു വലിയ നഷ്ടം സംഭവിച്ചു. ആ നഷ്ടം എന്താണെന്ന് പറഞ്ഞാൽ കന്യാകുമാരി ജില്ല ഒട്ടാകെ അത് തമിഴ്നാട്ടിൽ, അതായത് അന്ന് മദ്രാസ് സ്റ്റേറ്റിലേക്ക് കൈമാറേണ്ടതായിട്ട് വന്നു. കന്യാകുമാരി ജില്ല എന്ന് പറയുമ്പോൾ 4 താലൂക്കുകൾ ഉൾപ്പെടുന്നതാണ്. അതിനകത്ത് ആ 4 താലൂക്കുകൾ എന്ന് പറഞ്ഞാൽ കൽക്കുളം താലൂക്കുണ്ട്, വിളവങ്കോട് താലൂക്ക് ഉണ്ട്, തോവാള താലൂക്കുണ്ട്, അഗസ്തീശ്വരം താലൂക്കുണ്ട്. ഇതിൽ തോവാളയും അഗസ്തീശ്വരവും ചേർന്ന പ്രദേശം നാഞ്ചിനാടായിട്ടാണ് അക്കാലത്ത് അറിഞ്ഞിരുന്നത്. അല്ലെങ്കിൽ പുരാതന കാലം മുതൽ ആ 2 താലൂക്കുകൾ ചേർന്ന പ്രദേശത്തെ നാഞ്ചിനാടായിട്ടും അറിഞ്ഞിരുന്നു. അപ്പോൾ ആ നാഞ്ചിനാട് നമുക്ക് നഷ്ടപ്പെട്ടു. അതുപോലെ തന്നെ കൽക്കുളവും വിളവങ്കോടും താലൂക്കുകളും നമുക്ക് 1956 നഷ്ടപ്പെട്ടു. അന്ന് ചെറിയ തരത്തിലുള്ള പ്രക്ഷോഭങ്ങൾ, വിയോജിപ്പുകൾ കേരളത്തിലെ ഭാഗത്ത് നിന്ന്, അല്ലെങ്കിൽ തിരുവനന്തപുരത്തുള്ള ആളുകൾ അന്ന് ഉന്നയിക്കുകയും അവരുടെ വിയോജിപ്പ് പ്രകടിപ്പിക്കുകയും ചെയ്തു. എന്നാൽ ഇതിനേക്കാൾ വലിയ തരത്തിലുള്ള ഒരു മുറവിളിയായിരുന്നു കന്യാകുമാരി ജില്ലയിലെ തമിഴ് സംസാരിക്കുന്നവരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായത്. അവർ ഏതാണ്ട് 1945 മുതൽ കന്യാകുമാരി പ്രദേശം ഞങ്ങൾക്ക് തമിഴ്നാടിൻ്റെ ഭാഗമാകണം എന്ന് പറഞ്ഞിട്ട് അവർ സമരങ്ങൾ ആരംഭിക്കുകയുണ്ടായി.
അതിൻ്റെ ഭാഗമായിട്ട് അവർ ഈ സ്റ്റേറ്റ് കോൺഗ്രസ്സിൽ നിന്ന് അന്ന് ഉത്തരവാദ പ്രക്ഷോഭം നടത്തിയത് തിരുവിതാംകൂറിലെ സ്റ്റേറ്റ് കോൺഗ്രസ്സാണ്. ആ സ്റ്റേറ്റ് കോൺഗ്രസിൻ്റെ നേതാക്കന്മാരായിരുന്നു പട്ടം താണുപിള്ള, അതുപോലെ TM വർഗീസ്, C കേശവൻ തുടങ്ങിയവർ. ആ സ്റ്റേറ്റ് കോൺഗ്രസ്സിൽ നിന്ന് അവർ വിട്ടുനിന്നിട്ട് അവർ തമിഴ്നാട് കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു പ്രത്യേക സംഘടനയ്ക്ക് രൂപം കൊടുക്കുകയാണ് ചെയ്തത്. അവർ അന്ന് തന്നെ തിരഞ്ഞെടുപ്പുകൾ 1948 തിരുവിതാംകൂർ ഇന്ത്യൻ യൂണിയനിൽ ഔപചാരികമായിട്ട് ലയിക്കുന്നത്. അതിനു മുമ്പ് മഹാരാജാവിൻ്റെ ഭാഗത്ത് നിന്ന് ഒരു വിഡ്ഢിത്തം നിറഞ്ഞ ഒരു പ്രസ്താവനയുണ്ടായി. അതായത് തിരുവിതാംകൂർ സ്വതന്ത്രമായി നിൽക്കും, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതോടെ. ആദ്യം അത് ദിവാനാണ് പറഞ്ഞത്. ദിവാൻ CP രാമസ്വാമി അയ്യർ അദ്ദേഹം ഒരു പ്രസ്താവന, ഒരു പ്രസ് കോൺഫറൻസ് നടത്തിയിട്ടാണ് സ്വതന്ത്ര തിരുവിതാംകൂർ എന്ന് പറയുന്ന ആശയത്തെ അവതരിപ്പിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഈ പറയുന്നത് പോലെ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മയും സ്വതന്ത്ര തിരുവിതാംകൂർ എന്ന് പറയുന്ന അഭിപ്രായം അദ്ദേഹവും ഉന്നയിക്കുകയുണ്ടായി. പക്ഷേ ആ സ്വതന്ത്ര തിരുവിതാംകൂർ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിന് വളരെ കുറച്ച് ദിവസങ്ങളുടെ ആയുസ്സേ ഉണ്ടായിരുന്നുള്ളൂ. അത്രയ്ക്ക് തീവ്രമായ പ്രതിഷേധം തിരുവിതാംകൂറിലെ ജനങ്ങളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായി. കാര്യമായി ആരും തന്നെ രാജാവിനെ അനുകൂലിച്ചുമില്ല. അപ്പോൾ ഈ ഒരു പശ്ചാത്തലത്തിൽ ആണ് നമ്മൾ ഈ കന്യാകുമാരിയിലെ പ്രക്ഷോഭത്തെ കാണേണ്ടത്. കന്യാകുമാരിയിലെ പ്രക്ഷോഭത്തിൽ അവർ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 1945 മുതൽ അവർ ഞങ്ങളുടെ പ്രദേശം, അതായത് തമിഴർക്ക് ഭൂരിപക്ഷമുള്ള അവിടെ ഏതാണ്ട് 12% ആളുകൾ മാത്രമാണ് മലയാളം സംസാരിക്കുന്നത്. ശേഷമുള്ളവർ തമിഴാണ് സംസാരിക്കുന്നത്. അവരുടെ മാതൃഭാഷ തമിഴാണ്. അവരുടെ നേതാക്കന്മാർ എന്ന് പറയുന്നത് ഒരു സാം നദാനിയൽ, അതുപോലെ നേശമണി, അതുപോലെ PS മണി തുടങ്ങിയവരാണ്. അതിൽ കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ സാം നദാനിയലിൻ്റെ സ്ഥാനത്ത് സാം നദാനിയലും ഈ നേശമണിയും തമ്മിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാവുകയും അതിൻ്റെ ചോദ്യം ചെയ്യപ്പെടാത്ത നേതാവായിട്ട് നേശമണി മാറുകയും ചെയ്തു. അന്നത്തെ പല ഫലിതങ്ങളുമുണ്ട്. അപ്പം നേശമണിയുടെ അനുയായികളുടെ പേര് പോലും പലപ്പോഴും തമിഴ്നാട്ടിലേക്ക് അല്ലെങ്കിൽ മദ്രാസിലേക്ക് കന്യാകുമാരി ലയിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ ഓർക്കുക പോലും ചെയ്തിരുന്നില്ല. ഉദാഹരണത്തിന് നേശമണിയുടെ ഒപ്പം പ്രസംഗവേദികളിൽ വന്നിരുന്നത് നൂർ മുഹമ്മദ് എന്ന് പറയുന്ന ഒരു നേതാവാണ്, അഭിഭാഷകനായ ഒരു നേതാവ്. നേശമണിയുടെ പശ്ചാത്തലം, അദ്ദേഹം പ്രൈമറി സ്കൂളിലെ അധ്യാപകനായിരുന്നു. കവടിയാറിലെ സാൽവേഷൻ ആർമി സ്കൂളിലെ പ്രൈമറി സ്കൂളിലെ അപ്പർ പ്രൈമറി സ്കൂളിലെയും ഹെഡ് മാസ്റ്ററായിട്ട് ജോലി ചെയ്യുമ്പോഴാണ് നേശമണി ആ ജോലി രാജിവെച്ചുകൊണ്ട് രാഷ്ട്രീയത്തിൽ ഒരു മുഴുവൻ സമയ പ്രവർത്തകനായിട്ട് മാറുന്നത്. അപ്പോൾ അന്നത്തെ അദ്ദേഹത്തിൻ്റെ അനുയായികൾ മറ്റ് നേതാക്കന്മാരെ പോലും വിസ്മരിക്കും. അപ്പോൾ ഈ നൂർ മുഹമ്മദിനെ അവർ പറഞ്ഞിരുന്നത് കൂടെ വന്ന ആ ആളിനും കീജയ്, ആ ആളെന്നേ ഉള്ളൂ, ആ ആളിന് പേര് പോലുമില്ല. അവരെ സംബന്ധിച്ചിടത്തോളം അത് അപ്രസക്തമായ കാര്യമാണ്.